നമ്മൾ ഭോജനയാഗത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒന്ന് രക്തചുരുക്കമായി 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ പഠിച്ചതൊന്ന് കണ്ടൻസ് ചെയ്യാം. ഈ ഭോജനയാഗം അല്ലെങ്കിൽ മീൽ ഓഫറിങ്, മീറ്റ് ഓഫറിങ്, സീരിയൽ ഓഫറിങ്, ഗിഫ്റ്റ് ഓഫറിങ്, ഇങ്ങനെ പല വാക്കുകളുണ്ട് ഈ 2-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന ഭോജനയാഗത്തിന്. അതിൻ്റെ ശരിയായ അർത്ഥം അല്ലെങ്കിൽ ആശയം നമ്മൾ കണ്ടു. ഗിഫ്റ്റ് ഓഫറിങ് എന്നുള്ളതാണ്. ദൈവം തന്റെ പുത്രനെ നമുക്ക് നൽകി, അവനെ നമുക്ക് വേണ്ടി നൽകിയതിൻ്റെ മനോഹരമായ ഒരു ചിത്രമാണ് 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്. നമ്മൾ ഓർക്കണം, എഫേസ്യർ 5:2 നമ്മൾ വായിക്കുന്നു, അവൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യമുള്ള ഒരു വഴിപാടും യാഗവുമായി അർപ്പിച്ചു. 2 പാർട്ടാണ്. ഒന്ന് വഴിപാടായി അർപ്പിച്ചു, മറ്റൊന്ന് യാഗമായി അർപ്പിച്ചു. ഈ വഴിപാടെന്നുള്ളത് അതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ ഭോജനയാഗമെന്ന. അവൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ഒരു ഭോജനയാഗവും ഒരു സമാധാനയാഗവുമായി മരിച്ചു, സൗരഭ്യമുള്ള. അതാണ് എഫേസ്യർ 5:2 നമ്മൾ വായിക്കുന്നത്. അപ്പൊ കർത്താവിൻ്റെ ഈ ലോക ജീവിതം ഒരു യാഗമായിരുന്നു. റോമർ 12 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമായി യാഗമായി അർപ്പിക്കാൻ. നമ്മുടെ ജീവിതങ്ങളെ യാഗമായി അർപ്പിക്കാൻ പറഞ്ഞു. നമ്മളൊക്കെ അർപ്പിക്കുന്നതിൽ പരിധികളുണ്ട്, പരിമിതികളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പുത്രൻ, സർവത്തിന്റെ ഉടയവനായ സൃഷ്ടാവായ ദൈവത്തിന്റെ പുത്രൻ ഈ സ്വർഗത്തിന്റെ മഹത്വമൊക്കെ വിട്ട് ഈ ഭൂമിയിൽ ബേത്ലഹേമിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് നസറേത്തിൽ വളർന്ന് അവന്റെ ഈ ലോക ജീവിതം 33 വർഷക്കാലം വാസ്തവത്തിൽ ഒരു യാഗമായിരുന്നു. ദൈവദൂതന്മാരുടെ ആരാധനയും അവരുടെ സ്തുതികളിലും വസിച്ച ദൈവപുത്രൻ ഈ താണഭൂമിയിൽ പാപപങ്കിലമായി ഭൂമിയിൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ജീവിച്ചത് ഒരു യാഗമാണ്. ആ യാഗം വരച്ചു കാണിക്കുന്നതാണ് 2-ാം അധ്യായം. നമ്മൾ കണ്ടു ഗിഫ്റ്റ് ഓഫറിങ്. ദൈവം തന്റെ പുത്രനെ നൽകിയ, പുത്രൻ തന്നെത്താൻ നമുക്ക് വേണ്ടി നൽകിയ, പരിശുദ്ധാത്മാവ് അവനെ കുറിച്ചുള്ള എടുത്ത് നമുക്ക് തരുന്നു, തൃത്വം നമുക്ക് വേണ്ടി നൽകുന്നതിൻ്റെ മനോഹരമായ ചിത്രം. നമുക്ക് ആ ഭാഗം ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ കണ്ടു, അവിടെ മാംസമില്ല, രക്തമില്ല, പക്ഷികളില്ല, ഒന്നുമില്ല, മാംസമോ മൃഗങ്ങളോ ഒന്നുമില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന ഘടകം നേരിയ മാവാണ്, ഫൈൻ ഫ്ലവർ. ഒരു തരിയും ഏറ്റക്കുറിച്ചിലില്ലാത്ത ആ തിരികളിൽ പൊടിഞ്ഞ് 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 ഫൈൻ ഫ്ലവറായി തീർന്ന ആ പൊടിയാണ് നിവേദ്യം അല്ലെങ്കിൽ മെമ്മോറിയലായി അർപ്പിക്കാൻ പറഞ്ഞത്. നമ്മൾ കണ്ടു യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ വരച്ചു കാണിക്കുമ്പോൾ അവൻ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ എത്ര നൈർമല്യമുള്ള ജീവിതം. ആത്മാവിന്റെ ഫലങ്ങൾ, ആ സ്വഭാവങ്ങൾ ഏറ്റക്കുറച്ചിലില്ലാതെ സ്നേഹം, സന്തോഷം, സൗമ്യത, ഇന്ദ്രിയം, പരോപകാരം, ഇതെല്ലാം ഫൈൻ ഫ്ലവർ, എല്ലാ തരികളും ഒരുപോലെ കണ്ട ഒരുവനാണ് ദൈവത്തിന്റെ പുത്രൻ. നമ്മൾ ഓർത്തു, നമ്മളിൽ സ്നേഹം വർദ്ധിക്കുമ്പോൾ നീതിബോധം നഷ്ടപ്പെടാം, നീതിബോധം കൂടിയിരിക്കുമ്പോൾ സ്നേഹമില്ലാതെ വരാം. എന്നാൽ ദൈവപുത്രൻ അങ്ങനെയല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അവന്റെ ജീവിതത്തെ വരച്ചു കാണിക്കുന്ന അടിസ്ഥാന ഘടകമാണ് ഈ നേരിയ മാവ്. അത് പല വിധത്തിൽ അർപ്പിക്കാം, അവിടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്നാൽ ഈ നേരിയ മാവിൽ എന്ത് ചേർക്കണം, എന്ത് ചേർക്കരുതെന്ന് ദൈവം നിബന്ധന കൊടുത്തു. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് യേശുക്രിസ്തുവിനെ നമുക്ക് വരച്ചു തരുന്നത്. ദൈവം എടുത്തു പറഞ്ഞു, എണ്ണ ചേർക്കണം, എണ്ണ ഒഴിക്കണം, അനോയിന്റ് വിത്ത് ഓയിൽ. അത് നമുക്ക് തർക്കമില്ലാതെ കാണാൻ കഴിഞ്ഞു. ആത്മാവിനാൽ ഭൂജാതനായി, ആത്മാവിനാൽ നടത്തപ്പെട്ട്, ആത്മാവിനാൽ നിറയപ്പെട്ട്, അവസാനം നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. ആ ആത്മാവിന്റെ ചിത്രമാണ് ഈ എണ്ണ ഒഴിച്ചിരിക്കണം എന്ന് ദൈവം പറഞ്ഞത്. മൂന്നാമത് ദൈവം പറഞ്ഞു, കുന്തിരുക്കം മുഴുവനും ഇടണം. യാഗപീഠത്തെങ്കിൽ കുന്തിരുക്കം മുഴുവനും. നമ്മൾ കണ്ടു അതിന്റെ 2-ാം വാക്യത്തിന്റെ അവസാനം, 2:2 അവസാനം, കുന്തിരുക്കം മുഴുവനും എടുക്കണം. യേശുക്രിസ്തു നമ്മൾ കണ്ടു, ആ കൈ നിറച്ച് മാവെടുക്കുന്നു, എണ്ണ ഒഴിക്കുന്നു, കുന്തിരുക്കം മുഴുവനും. ആ കുന്തിരുക്കം മുഴുവനും യാഗപീഠത്തിൽ അർപ്പിക്കുമ്പോൾ യാഗപീഠത്തിന്റെ തീ കൂടിയെടുത്തോളം അതിന്റെ സൗരഭ്യവും കൂടി. ദൈവപുത്രൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ ദൈവത്തിന് സൗരഭ്യമുള്ളവനായി മാറി. നമ്മൾ അതാണ് എഫേസ്യർ 5:2 വായിക്കുന്നത്. അവന്റെ ജീവിതം പിതാവിന് സൗരഭ്യം.
ആ പിതാവ് സ്വർഗം തുറന്ന് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചു. പിന്നീട് ദൈവം ഒരു കാര്യം കൂടെ ചേർക്കാൻ പറഞ്ഞു. നമ്മൾ അതിന്റെ നമ്മൾ കണ്ടു, വളരെ നിർബന്ധമായി ദൈവം എടുത്ത് പറയുന്നുണ്ട്. അതായത് ഉപ്പ് ചേർക്കണം, അവിടെ ഉപ്പ് ചേർക്കണം. നോക്കിയാട്ടെ, അതിന്റെ അത് 13-ാം വാക്യം. നിന്റെ ഭോജനയാഗത്തിലൊക്കെയും ഉപ്പ് ചേർക്കണം. നിന്റെ ദൈവത്തിന്റെ നിയമത്തിന്റെ ഉപ്പ് ഭോജനയാഗത്തിൽ ഇല്ലാതിരിക്കരുത്. എല്ലാ വഴിപാടിലും ഉപ്പ് ചേർക്കണം. നിർബന്ധമായി അവിടെ 3 പ്രാവശ്യം എടുത്തു പറഞ്ഞു, ഈ ഭോജനയാഗത്തിൽ ഉപ്പ് ചേർത്തിരിക്കണം. യേശുക്രിസ്തു ഉപ്പ് മലിനതയിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നു. ഉപ്പ് ജീവിതത്തിന് രുചി തരുന്നു. ഉപ്പ് നമ്മളെ പ്രിസേർവ് ചെയ്യുന്നു. ഇതെല്ലാം കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ചു. എന്നാൽ അവിടെ കണ്ടു നിയമത്തിന്റെ ഉപ്പ്, സോൾട്ട് ഓഫ് കവനന്റ്. ദാവീദിനും അവന്റെ സന്തതികൾക്കും ലവണ നിയമത്താൽ ഇസ്രായേലിന്റെ രാജ്യത്വം കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അഹരോനോടുള്ള ബന്ധത്തിൽ അഹരോന്റെ പൗരോഹിത്യം ആ ലവണ നിയമത്താൽ അതിന്റെ ചില കൈക്കുറങ്ങളും ചില വസ്തുക്കളൊക്കെ അവർക്ക് ഭക്ഷിപ്പാൻ ദൈവം കൊടുത്തിരിക്കുകയാണ്. ലവണ നിയമം എന്നുള്ള വാക്കിന്റെ അർത്ഥം മാറ്റമില്ലാത്ത ഉടമ്പടി എന്ന്. മാറ്റമില്ലാത്ത ഉടമ്പടി നമ്മൾ കണ്ടു. യേശുക്രിസ്തുവിൽ എന്തെല്ലാം വാഗ്ദത്തങ്ങൾ, എത്ര വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും ഉവ്വ് ഉവ്വ് എന്നാണ്. യെസ് യെസ്, ആമീൻ ആമീൻ എന്നാണ്. ആമീൻ എന്ന് പറഞ്ഞാൽ യെസ്. നമുക്ക് എത്ര വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും യേശുക്രിസ്തു മൂലം അത് ഉവ്വെന്നാണ്. നമ്മൾ പരാജയപ്പെട്ടേക്കാം, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായേക്കാം. പക്ഷേ ആ വാഗ്ദത്തങ്ങളൊന്നും ദൈവം എടുത്തു കളയുന്നില്ല. കാരണം എന്താ? തന്റെ പുത്രനിലൂടെ നമ്മളോട് കാണിക്കുന്ന അത്ഭുതകരമായ കരുണ. നമ്മൾ കണ്ടു എന്ത് ചേർക്കരുത്. അത് പറഞ്ഞു വിട്ടേക്കാം. 11-ാം വാക്യം. യാതൊരു വക പുളിപ്പും ഒന്നും യാതൊരു വക തേനും ചേർക്കരുത്. പുളിപ്പ് നമ്മൾ കണ്ടു, വളരെ വ്യക്തമായിട്ട് അറിയാം. തിന്മയുടെയും ദുഷ്ടതയുടെയും പാപത്തിന്റെ ഒക്കെ പ്രതീകമാണ് പുളിപ്പ്. ദൈവത്തിന്റെ ജീവിതത്തിൽ അത് കാണാൻ പാടില്ല. പുളിപ്പില്ലാത്ത അപ്പമാണവൻ. അതോട് ചേർത്ത് നമ്മൾ കണ്ടു തേനും ചേർക്കരുത്. സ്വാഭാവിക മധുരം, നാച്ചുറൽ സ്വീറ്റ്നസ്, മുഖസ്തുതി, ചക്കരവാക്ക്, മനുഷ്യനെ കവർന്നെടുക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യേശുക്രിസ്തുവിൽ ഇല്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദൈവപുത്രന്റെ ജീവിതം, ഈ ലോക ജീവിതം ഏതാനും വാക്യത്തിലൂടെ ഇങ്ങനെ വരച്ചു തരാൻ സ്വർഗത്തിലെ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയും. He is before us and God is painting us who his son is. അവന്റെ പുത്രന്റെ ജീവിതത്തിൽ പുളിപ്പില്ല, തേനില്ല. അവിടെ ഉള്ളത് എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇനി നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇതെങ്ങനെ അർപ്പിക്കണം എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, വളരെ വളരെ സന്തോഷം ഹൃദയത്തിൽ തോന്നുന്ന, നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന വലിയ വസ്തുതകളാണ് ഇനി കാണാൻ പോകുന്നത്. നമുക്ക് എടുക്കാം. ലേവ്യ പുസ്തകം 2-ാം അധ്യായം നിർത്താട്ടെ. അതിന്റെ 3-ാം വാക്യം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 2 verses 3. എന്നാൽ ഭോജനയാഗത്തിന്റെ ശേഷി പകരനും പുത്രന്മാർക്കും ഇരിക്കാനും യഹോവയ്ക്കുള്ള ദഹനയാഗങ്ങളിൽ അതിവിശുദ്ധം. അടുത്ത വാക്യം. അടുപ്പത്ത് വെച്ച് ചുട്ട് നീ ഭോജനയാഗം കഴിക്കുന്നെങ്കിൽ അത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയതും ആയി എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളോ ആയിരിക്കണം. അത് നേരിയ മാവായിട്ട് അർപ്പിക്കാം. ഒരു കൈ നിറച്ച് നിവേദ്യമായി എടുത്ത് മെമ്മോറിയലായി എടുത്ത് അർപ്പിക്കാം. ഇല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ചുട്ടെടുത്ത, ഇവിടെ നമ്മൾ വായിച്ചു, ദോശകളോ വടകളോ. അങ്ങനെയല്ലല്ലോ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. മൂലഭാഷയുടെ ആശയം എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആ 4-ാം വാക്യം ഇംഗ്ലീഷിലൊന്ന് വായിക്കുകയാണ്. And if you bring an offering, a grain offering baked in the oven, it shall be unleavened cakes of fine flour mixed with oil, or unleavened wafers anointed with oil. 2 വിധത്തിൽ ചുട്ടർപ്പിക്കാം. ഒന്നുകിൽ അൺലെവൻഡ് കേക്സ്, അല്ലെങ്കിൽ അൺലെവൻഡ് വാഫേഴ്സ്. ദൈവത്തിനാ ഇത് രണ്ടും പറഞ്ഞത്? വേറെ ഏതെങ്കിലും വിധത്തിൽ കൊഴുക്കട്ടയായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ആയിട്ട് അർപ്പിക്കാനായിട്ട് ദൈവത്തിന് പറയാൻ മതി. മലയാള ട്രാൻസ്ലേഷനിൽ ഒറിജിനൽ ലാംഗ്വേജിന്റെ അർത്ഥം വരാത്തത് കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് വായിച്ചതും. ഒറിജിനൽ ഭാഷയിൽ അത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ പറയാൻ പോവുകയാണ്. ഇവിടെ നോക്കുക, കേക്സ് ഓർ വാഫേഴ്സ്. സൗർമാരെ,
നമ്മുടെ സ്വർഗത്തിലെ ദൈവമാണ് തന്റെ പുത്രനെ വരച്ചു കാണിച്ചപ്പോൾ ഈ കാര്യങ്ങൾ കർപ്പിച്ചത്. എങ്ങനെയാ പറഞ്ഞത്? ദോശ എന്നുള്ളത് നമ്മൾ വായിച്ചാൽ അൺലിവൻ കേക്ക്സ് എന്നാണ് ഇംഗ്ലീഷിൽ. എന്നാല് ഒറിജിനൽ ലാംഗ്വേജിൽ പിയേഴ്സ്ഡ് കേക്ക് എന്ന, കിഴിച്ച കേക്ക്. അതായത് കേക്ക് ചുട്ടെടുത്തിട്ട് കുത്തിക്കിഴിക്കണം. പിയേഴ്സ്ഡ് കേക്ക് എന്തിനെ കാണിക്കുന്നു? രൂപഗുണം നഷ്ടപ്പെട്ട ദൈവപുത്രനെ കാണിക്കുകയാണ്. നമുക്ക് 2 വാക്യം വായിക്കാം. ഒന്ന് യെശയ്യാവ് 53:3. യെശയ്യാവ് അറിയാവുന്ന വാക്യമാണ്, നമ്മൾ പഠിക്കുന്നത് കൊണ്ട് വായിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായി, രോഗം ശീലിച്ചവനായി വരുന്നു. അവനെ കാണുന്നവർ മുഖം മറിച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചില്ല. ഇവിടെ വായിക്കുന്നു, അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം. കർത്താവിനെ കണ്ടാൽ ഒന്ന് നോക്കിയിട്ട് രണ്ടാമത് നോക്കാൻ മടി കാണിക്കുക. എന്താ കാരണം? ദേഹം മുഴുവൻ അടികളേറ്റ് മുറിവുകളാൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ദൈവത്തിന്റെ പുത്രൻ. എങ്ങനെ പഴയ നിയമത്തിൽ അത് വരച്ചു തരും? സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, മനോഹരമായ കേക്ക് ചുട്ടെടുത്തിട്ട് അത് കുത്തിക്കിഴിച്ചിട്ട് വേണം. ഇറ്റ് ഷുഡ് ബി പിയേഴ്സ്ഡ് കേക്ക്സ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുക, കാണാൻ കഴിയുന്ന വസ്തുതയാണ് അതിന്റെ 52:14 വാക്യം. യശയ്യാപ്രവചനം 52:14 വാക്യം. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യല എന്ന് തോന്നുമാറ് വിരൂപമായിരിക്കെ കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയിരുന്നു. അവന്റെ രൂപഗുണം കണ്ടിട്ട് സ്തംഭിച്ചു പോവുകയാണ്. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ഈ കേക്ക് എടുത്തിട്ട് കുത്തിക്കിഴിച്ച്, ദൈവം പറയുമ്പോൾ അത് അവന് കുത്തിക്കിഴിച്ചു കൊണ്ട് കൊടുക്കുകയാണ്. നമ്മുടെ കർത്താവിനെ നമ്മൾ ഓർക്കുവാൻ അടുത്തു വരുമ്പോൾ രൂപഗുണം നഷ്ടപ്പെട്ട ദൈവം, മുറിവുകളാൽ മുറിക്കപ്പെട്ട അടികളേറ്റ ദൈവത്തിന്റെ പുത്രൻ, അവനെ കണ്ടവർ സ്തംഭിച്ചുപോയി. അവനെ കണ്ടവർ, നമ്മളിവിടെ വായിക്കുന്നത് പോലെ, അവനെ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ ആ വിധത്തിൽ വികൃതമായി മാറി. അതിന്റെ പ്രതീകമാണ് ഈ കുത്തിക്കിഴിച്ച കേക്ക്. രണ്ടാമത് വടകളെന്ന, പക്ഷെ വടകളെന്നല്ല, ഓർ അൺലിവൻ വേഫേഴ്സ് അനോയിന്റഡ് വിത്ത് ഓയിൽ. നമ്മൾ ആദ്യം ഓർക്കണം വേഫേഴ്സ്. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു, ഞാനൊരു ലേഡീസിന്റെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി. ഈ ടോപ്പിക്ക് പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ അവരോട് വാഫേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട പിള്ളേർക്ക് വാഫർ എന്താണെന്ന് അറിയില്ല. പിന്നെ ഞാൻ കടയിൽ പോയി വാഫേഴ്സ് മേടിച്ച് എല്ലാവർക്കും കൊടുത്തു തിന്നാൻ പോയി. അപ്പോഴാണ് അവർ ഈ വാഫർ എന്ന് പറയുന്നത് കാണുന്നത്. വാഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വളരെ ഘനം കുറഞ്ഞ ഒരു ബിസ്ക്കറ്റാണ് വാഫേഴ്സ്. ഘനമില്ല, അതിനൊട്ടും ഘനമില്ല. എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഘനമില്ലാത്ത എംറ്റി ആയ, അതാണ്ട ഇവിടെ പടമുണ്ട് കണ്ടോ, വാഫേഴ്സ്. അതിനകത്ത് ക്രീമൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ ക്രീമൊന്നും ഇല്ലാതാ കൊണ്ടുവന്ന് അർപ്പിക്കുന്നത് വാഫേഴ്സ്. അത് ഒരു വാഫർ ആരെങ്കിലും തിന്നിട്ടില്ലേ, മേടിച്ചോരണം തിന്നു നോക്കണം. കാരണം ബൈബിളിൽ അത് പറഞ്ഞിട്ടുള്ളതാണ്. ബൈബിളിൽ പറയുന്നു അൺലിവൻ വാഫേഴ്സ്. ആ വാഫർ, ഘനമില്ലാത്ത ആ വാഫർ ബിസ്ക്കറ്റ് അവർ ചുട്ടെടുത്ത് കൊണ്ടുവന്ന് അർപ്പിക്കാൻ പറഞ്ഞു. എന്തിനാ അത് കാണിക്കുന്നത്? ഫിലിപ്പിലെ 2-ാം അധ്യായം നിർത്താട്ടെ, വാക്യം കൊണ്ട് തന്നെ നമുക്കത് വ്യാഖ്യാനിച്ചെടുക്കാം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം. ഇങ്ങനെ ഘനമില്ലാത്ത ഒരു ബിസ്ക്കറ്റ് ചുട്ടെടുത്ത് ദൈവപുത്രന്റെ ജീവിതത്തെ വരച്ചു കാണിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കുവാൻ ദൈവം എന്തിനാണ് പറഞ്ഞത്? നമുക്കൊരു വാക്യം വായിക്കാൻ ശ്രമിക്കണം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം. അവിടെ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യം നോക്കാട്ടെ. എന്റെ സഹോദരന്മാരെ, അതിന്റെ ആഴത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാട്ടെ. 6-7 വാക്യം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ he emptied himself
വാഫർ എന്ന വാക്കിന്റെ അർത്ഥം എംറ്റി എന്നാണ്. എടുത്താലെങ്കിൽ ഒരു കനവുമില്ല. എംറ്റി എന്നാണ്. നോക്കിക്കേ, ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വലുപ്പം നോക്കിക്കേ. ആ വാഫർ ബിസ്ക്കറ്റിലൂടെ ദൈവത്തോട് സമത്വമുള്ള എത്രയോ ഘനമേറിയ സകലത്തിന്റെ ഉടയവനായ എല്ലാം സൃഷ്ടിച്ച ദൈവപുത്രൻ തന്നെത്താൻ ഒഴിച്ചു. ഈ എംറ്റിഡ് ഹിംസെൽഫ്. ഘനമില്ലാത്ത ബിസ്ക്കറ്റ്. വണ്ടർഫുൾ, വണ്ടർഫുൾ. യേശുക്രിസ്തുവിനെ വരച്ചു കാണിക്കുന്ന രണ്ട് ചുട്ടെടുത്ത സാധനങ്ങൾ. ഞാൻ പറയട്ടെ, ഇത് കൊണ്ടുവന്ന് അർപ്പിക്കുന്നത് പുരുഷന്മാരാണ്. എന്നാൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഇന്ന് രാവിലെയും, ഇതുണ്ടാക്കാൻ സഹോദരിമാര് സഹായിക്കുമല്ലോ, അവരുടെ വീടുകളിൽ സ്ത്രീകൾ സഹായിക്കുമല്ലോ. അതെ, യേശുക്രിസ്തുവിനെ ഓർക്കാൻ ഞായറാഴ്ച തോറും നമ്മൾ അടുത്തു വരുമ്പോൾ അവിടെ ഭാര്യമാരുടെ ഒരു കടമ, ഒരു ഭാഗമുണ്ട്. ഈ വാഫേഴ്സ് ബിസ്ക്കറ്റും ഈ കേക്കിങ്ങും ഒക്കെ അടുക്കളയിൽ ചുട്ടെടുക്കാൻ അവര് സഹായിക്കും. യെസ് ബ്രദേഴ്സ്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്തകൾ പങ്കുവെക്കുകയും അവരൊന്നിച്ച് ധ്യാനിക്കുകയും ഒന്നിച്ച് ഭാര്യ ഭർത്താക്കന്മാർ ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ട് ആ പുരുഷന്മാർ വന്ന് ഓർമ്മയ്ക്കായി ദൈവസന്നിധിയിൽ എടുത്ത് കൊടുക്കുകയാണ് ഈ പുത്രനെ കുറിച്ചുള്ള ചിന്തകൾ. വണ്ടർഫുൾ, വണ്ടർഫുൾ. ഇനിയും അതവിടെ നിൽക്കട്ടെ. ഈ രണ്ട് കാര്യങ്ങള് ചുട്ടെടുത്ത് അർപ്പിക്കാൻ ദൈവം പറഞ്ഞു. നമ്മൾ ഓർക്കണം, ഇത് മനോഹരമായ യേശുക്രിസ്തുവിനെ വരച്ചു കാണിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ 3-ാം വാക്യത്തിൽ അതിന്റെ അവസാനത്തെ നമ്മൾ ഒരു കാര്യം വായിച്ചു. ഇതെന്താണ്? യഹോവയ്ക്ക് ദഹനയാഗങ്ങളിൽ ഇത് അതിവിശുദ്ധം. ഞാനത് ഒരു ചുവന്ന മഷി കൊണ്ട് അങ്ങ് വട്ടത്തിലാക്കി. ഇത് അതിവിശുദ്ധം, മോസ്റ്റ് ഹോളി. സമാഗമന കൂടാരത്തിൽ ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത, മഹാപുരോഹിതൻ മാത്രം കയറുന്ന, ദൈവം വസിക്കുന്ന ഒരു ഇടമുണ്ട്. ആ ഇടത്തിന്റെ പേര് മോസ്റ്റ് ഹോളി പ്ലേസ്. അതേ വാക്കുപടി ഉപയോഗിക്കുകയാണ്. ഈ ഭോജനയാഗം ഇറ്റ് ഈസ് മോസ്റ്റ് ഹോളി. ദൈവത്തിനത് അതിവിശുദ്ധമാണ്. ദൈവപുത്രന്റെ ജീവിതം അവന് അതിവിശുദ്ധമാണ്. നമ്മൾ ഓർക്കണം, ദൈവത്തിന്, യഹോവയ്ക്ക് ദഹനയാഗങ്ങളിൽ ഇത് അതിവിശുദ്ധം. ഒരു വാക്യം കൂടി ഞാൻ കാണിക്കാം. 21-ാം അധ്യായം നോക്കിയാട്ടെ. ലേവ്യപുസ്തകം 21-ന്റെ 22-ാമത്തെ വാക്യം നോക്കിയാട്ടെ. അവിടെ ഈ വാക്ക് വരുന്നു. തന്റെ ഭോജനമായ അതിപരിശുദ്ധമായവയും വിശുദ്ധമായും അവന്. അവിടെ നോക്കിയാട്ടെ, ദൈവത്തിന്റെ ഭോജനമായ അതിപരിശുദ്ധമായത്. ദൈവത്തിന്റെ ഭോജനമായ അതിപരിശുദ്ധമായത്. ഇവിടെ നമ്മൾ കണ്ടു, ഈ ഭോജനയാഗത്തെ കുറിച്ച് പറയുന്നിടത്ത് കണ്ടു, യഹോവയ്ക്ക് അതിവിശുദ്ധം. ഇനിയും ഞാൻ ഈ തുടർന്നുള്ള ഭാഗങ്ങളിൽ നിന്ന് ഓർപ്പിക്കാതെ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഇത് ഭക്ഷിക്കുന്നത് പുരോഹിതന്മാരാണ്. നമ്മൾ ഓർക്കണം, ഇവിടെ കൊണ്ട് അർപ്പിച്ചത് ഒരു കൈ നിറച്ച് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിന്റെ 2-ാം വാക്യത്തിലെ അവിടെ വായിക്കുന്നുണ്ട്, ഒരു കൈ നിറച്ച് കുന്തിരിക്കവും. ഈ മാവെടുക്കുന്നത് ഒരു കൈ നിറച്ചാണ്. അപ്പൊ വ്യത്യസ്തമായ അളവുകളുണ്ട് കൈക്ക്. പുരോഹിതന്മാരുടെ കരങ്ങളിൽ വലിപ്പച്ചെറുപ്പമുണ്ട്. ഈ ദൈവത്തിനെ കുറിച്ചുള്ള ഓർമ്മയിൽ വലിപ്പച്ചെറുപ്പമൊക്കെ ഉണ്ട്. ആ കൈകളിൽ ഉൾക്കൊള്ളുന്നത് അവർ എടുക്കുകയാണ്. അത് യാഗപീഠത്തിങ്കിൽ കൊടുത്തിട്ട് ബാക്കി ആർക്കാ? ഈ ചുട്ടു കൊണ്ടുവന്നു. ഉദാഹരണമായിട്ട് ഒരാൾ 50 വട കൊണ്ടുവന്നു. ഈ 50 വടയും കൂടെ അവിടെ അർപ്പിക്കുകയല്ല, നിവേദ്യമായി അർപ്പിച്ചിട്ട് ബാക്കി ഭാഗങ്ങൾ പുരോഹിത കുടുംബത്തിന് ഭക്ഷിക്കാൻ കൊടുക്കുകയാണ്. ഈ മാവിന്റെ ബാക്കി പുരോഹിത കുടുംബത്തിന് കൊടുക്കുകയാണ്. 22-ാം അധ്യായം എടുത്താട്ടെ. എന്നാൽ അതിനെക്കുറിച്ച് പ്രമാണങ്ങളിൽ ചിലത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 22-ാം അധ്യായത്തിന്റെ ലേവ്യ പുസ്തകം തന്നെ 22-ന്റെ 1-ാം വാക്യം, 1-2. യഹോവ മോശയോട് അരുളിച്ചെന്നാൽ, ഇസ്രായേൽ മക്കൾ എനിക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളെ സംബന്ധിച്ച് അഹരോനും അവന്റെ പുത്രന്മാരും സൂക്ഷിച്ചു നിൽക്കണമെന്നും എന്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കരുതെന്നും അവരോട് പറയണമെന്ന് ഞാൻ യഹോവയാകും. ദൈവം പറയുകയാണ്, സൂക്ഷിച്ചു നിന്നോണം. ഇസ്രായേൽ മക്കളെ എനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്ന സാധനങ്ങൾ, എനിക്ക് വേണ്ടി വേർതിരിക്കുന്ന സാധനങ്ങൾ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം അതോടുള്ള ബന്ധത്തിൽ നിൽക്കാൻ. എന്നിട്ട് എന്താ പറഞ്ഞത്? അതിന്റെ 2-ാം വാക്യം,
എന്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കരുതെന്ന് പറഞ്ഞു. എന്റെ 4-ാം വാക്യം നോക്കട്ടെ. അഹരോന്റെ സന്തതിയിൽ ആരെങ്കിലും കുഷ്ഠരോഗിയോ ശുക്ലസ്രവക്കാരനോ ആയാൽ അവൻ ശുദ്ധനായി തീരും വരെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത്. ശവത്താൽ അശുദ്ധമായി യാതൊന്നിനെയും തൊടുന്നവനും ബീജസ്ഖലനം ഉണ്ടായവനും അശുദ്ധി വരുത്തുന്ന യാതൊന്നും ഇഴഞ്ഞാതെയുമെങ്കിലും വല്ല അശുദ്ധി ഉള്ളതിനെയും അശുദ്ധി വരുത്തുന്ന മനുഷ്യനെയെങ്കിലും തൊടുന്നവനും ഇങ്ങനെ തൊട്ട് തീണ്ടിയവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. 6-ാം വാക്യം. ഇങ്ങനെ അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയിട്ടല്ലാതെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത്. എന്തോ ഒരു കൽപ്പനയാ തന്നിരിക്കുന്നത്. ഈ പുരോഹിത കുടുംബത്തിൽ പുരോഹിതന്മാരാണ്. അശുദ്ധി എപ്പോഴെങ്കിലും അവർ സ്പർശിച്ചെങ്കിൽ അവർ വിശുദ്ധരായിട്ടേ ഭക്ഷിക്കാവൂ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, അശുദ്ധിയെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ വ്യാഖ്യാനിക്കുന്നില്ല. അതിന്റെ ആത്മിക അർത്ഥമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാൽ അവിടെ ഒരു കാര്യം പ്രത്യേകം ഓർത്താട്ടെ, പുരോഹിതന്മാർ വിശുദ്ധരാണ്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ അതിവിശുദ്ധമായ സാധനങ്ങളോട് ബന്ധത്തിൽ നിങ്ങൾ വളരെ സൂക്ഷിച്ചു നിൽക്കണം എന്ന് ദൈവം പറഞ്ഞു. ഏതെങ്കിലും വിധത്തിൽ അശുദ്ധി പുരോഹിതന്മാരുടെ ഉണ്ടെങ്കിൽ അവരത് ഭക്ഷിക്കരുത്. ദൈവം അവരെ കുറ്റം പറയുന്നില്ല. അശുദ്ധി കടന്നു വരാം. പാപം നിറഞ്ഞൊരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ എപ്പോഴും ഓർപ്പിക്കാറില്ലേ, സമാഗമന കൂടാരം ദൈവം വസിക്കുന്ന മന്ദിരമുണ്ടല്ലോ. ആ സമാഗമന കൂടാരം, അതിന്റെ പേര് ഹൗസ് ഓഫ് ഗോൾഡ് എന്നാണ്. അലകുകൾ മുഴുവൻ സ്വർണം പൊതിഞ്ഞിരിക്കുക. അവിടെയുള്ള ഉപകരണങ്ങൾ ഒന്നീ തനി തങ്കം അല്ലെങ്കിൽ തങ്കം പൊതിഞ്ഞിരിക്കുക. ആ കവറുവിളക്കിലെ വെട്ടം അങ്ങോട്ട് തനി തങ്കമാണ് കവറുവിളക്ക്. ആ ശോഭ അങ്ങോട്ട് ഈ തനി തങ്കത്തിന്റെ വീട്ടിൽ മുകളിലോട്ട് നോക്കിയാൽ കെരൂബുകൾ നെയ്തെടുത്ത തിരശ്ശീല മറച്ചിരിക്കും. അങ്ങനെയുള്ള ഒരു വിശുദ്ധമായ ദൈവം വസിക്കുന്ന ആലയത്തിന്റെ അവരുടെ കാല് വെച്ചിരിക്കുന്ന എവിടെയാ? മരുഭൂമിയിലെ മണ്ണിലാണ്. അവരുടെ കാലുകൾ അപ്പോഴും മരുഭൂമിയിലെ മണ്ണിലാണ്. കാരണം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് പത്രോസിനോടൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒളിച്ചിരിക്കുന്നവർക്ക് കാലുകൾ കഴിയാൽ മതി. അറിയില്ല, നമ്മൾ അറിയാതെയും അറിഞ്ഞും അശുദ്ധി നമ്മളിൽ പറ്റാം. അശുദ്ധി എന്നിൽ ഉണ്ടെന്നറിഞ്ഞാൽ ഈ വിശുദ്ധ സാധനം ഞാൻ ഭക്ഷിക്കരുത്. ഭക്ഷിച്ചാൽ കുറ്റമാണ്, ഭക്ഷിക്കാതിരുന്നാൽ കുറ്റം പറയില്ല. പിന്നീട് ഭക്ഷിക്കാം. നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടിട്ട് വേണം അത് ഭക്ഷിക്കാൻ. എത്ര മനോഹരമായ പുതിയ നിയമ ഉപദേശങ്ങൾ ദൈവം നമുക്ക് വേണ്ടി പറയും. നോക്കുക, ഇനി ഇവിടെ ഞാനിത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം കാണിച്ചു കൊള്ളട്ടെ. 22-ാം അധ്യായം വീണ്ടും എടുത്താട്ടെ. ലേവ്യ പുസ്തകം 22 അതിന്റെ 10-ാം വാക്യം നോക്കാട്ടെ. ലേവ്യ പുസ്തകം 22-ന്റെ 10-ാമത്തെ വാക്യം. യാതൊരു അന്യനും വിശുദ്ധ സാധനം ഭക്ഷിക്കരുത്. ഞാൻ അധികം വിശദീകരിക്കണ്ടല്ലോ. നമ്മൾ ആരായിരുന്നു? എഫേസ്യലേഖനം 2-ന്റെ 12-ഉം 19-ഉം എന്താ പറയുന്നത്? നിങ്ങൾ ഓർത്തുകൊള്ളണം, നിങ്ങൾ അന്യന്മാരായിരുന്നു, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. ദൈവത്തിന്റെ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിപ്പാൻ അന്യൻ അവകാശമില്ല. നമ്മൾ അന്യന്മാരായിരുന്നു. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ഭവനക്കാരാക്കി നമ്മളെ തീർത്തു. ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ ദൈവത്തോട് എത്ര കടംപെട്ടവരാണ്. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ അന്യന്മാരെന്ന മേലെഴുത്തോടുകൂടെ കഴിഞ്ഞിരുന്ന നമുക്ക് ഇന്ന് നമ്മുടെ കർത്താവ് നമ്മളെ ആ തലക്കെട്ട് മാറ്റി നമ്മളെ ദൈവത്തിന്റെ ഭവനക്കാരാക്കി നമ്മളെ തീർത്തു. ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഇത് 2-ാം അധ്യായം ഒന്നുകൂടെ എടുത്താട്ടെ. ലേവ്യ പുസ്തകം 2-ാം അധ്യായം. രണ്ടാം അധ്യായത്തിന്റെ 3-ാം വാക്യം നോക്കിയാട്ടെ. എന്നാൽ ഭോജനയാഗത്തിന്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം. 10-ാം വാക്യം. ഭോജനയാഗത്തിന്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാർക്കും. ഏറ്റവും അതിവിശുദ്ധമായ ഒരു വസ്തുതയാണ് ആ ദൈവം ആസ്വദിക്കുന്ന ആ ഭോജനം ഭക്ഷിക്കാൻ
പുരോഹിത കുടുംബത്തിലുള്ളവർക്ക് അവകാശം. ഞാൻ 22-ാം അധ്യായം ഒന്നുകൂടെ നിർത്താട്ടെ. അവിടെ നമ്മൾ കണ്ടു 10-ാം വാക്യം, യാതൊരു അന്യനും അത് ഭക്ഷിക്കരുത്. 13-ാം വാക്യത്തിന്റെ അവസാനമുണ്ട്, യാതൊരു അന്യനും അത് ഭക്ഷിക്കരുത്. എന്നാൽ 21-ാം വാക്യത്തിൽ വരുമ്പോൾ 6-ാം വാക്യം നോക്കി, ദൈവത്തിന്റെ ഭോജനമായ യഹോവയുടെ ദഹനയാഗം. 8-ാം വാക്യം, അവൻ നിന്റെ ദൈവത്തിന്റെ ഭോജനം അർപ്പിക്കുന്നു. അതിന്റെ 17-ന്റെ അവസാനം, നിന്റെ ദൈവ ഭോജനം. 21-ന്റെ അവസാനം, ദൈവത്തിന്റെ ഭോജനം. ഇംഗ്ലീഷിൽ എങ്ങനെയാണത്? ബ്രെഡ് ഓഫ് ദിയർ ഗോഡ്. ബ്രെഡ് ഓഫ് ദിയർ ഗോഡ്. ദൈവത്തിന്റെ ബ്രെഡാണിത്. സൗന്മാരെ, ഈ ഭോജനയാഗത്തിന് പേര്, ഈ യാഗത്തിന് പറഞ്ഞിരിക്കുന്ന പേര് ബ്രെഡ് ഓഫ് ദിയർ ഗോഡ്. ദൈവം ഭക്ഷിച്ച ബ്രെഡ്. നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 28. സംഖ്യാപുസ്തകം 28 അതിന്റെ 2-ാം വാക്യം നോക്കി, എനിക്ക് സൗരഭ്യവാസനായ ദഹനയാഗങ്ങൾക്കുള്ള എന്റെ ഭോജനമായ വഴിപാട് തക്ക സമയത്ത് എനിക്ക് അർപ്പിക്കേണ്ടതിന് ജാഗ്രതയായിരിക്കാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കണം. ഞാനത് ഇന്ന് രാവിലെ വായിച്ചപ്പോൾ ഓർത്തു, നമ്മുടെ അമ്മച്ചിമാരൊക്കെ, നമ്മുടെ സഹോദരിമാരൊക്കെ അടുക്കളയിൽ അവരധ്വാനിക്കുമ്പോ കൃത്യസമയത്ത് ഭക്ഷണം മേശപ്പുറത്ത് വരാനാ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആ സമയത്ത്, ഉച്ചക്കത്തെ ഭക്ഷണം ആ സമയത്ത്, വൈകിട്ടത്തെ ഡിന്നർ ആ സമയത്ത്, തക്ക സമയത്ത് ആ ഭോജനം മേശപ്പുറത്ത് വരും. ദൈവവും പറയുക, ഇവിടെ പുരോഹിതന്മാരോട് പറയുക, എന്റെ ഭോജനം ഉണ്ടല്ലോ, എനിക്ക് തക്ക സമയത്ത് അർപ്പിക്കേണ്ടതിന് ജാഗ്രതയായി. ഇസ്രായേൽ മക്കളോട് പിന്നീട് 28-ാം അധ്യായം മുഴുവൻ നമ്മൾ നോക്കിയാൽ, രാവിലെ അർപ്പിക്കുന്നത്, വൈകിട്ട് അർപ്പിക്കുന്നത്, ആഴ്ചകൾ അർപ്പിക്കുന്നത്, മാസത്തിൽ അർപ്പിക്കുന്നത്, ജൂബിലിയറിൽ അർപ്പിക്കുന്നത്, ദൈവം കൽപ്പിച്ചു കൊടുത്തു, ഇന്ന ഇന്ന സമയങ്ങളിൽ ഇന്നത് അർപ്പിക്കണം. അവ നമ്മളൊന്ന് ആലോചിച്ച്, നമ്മളെ സംബന്ധിച്ച്, പുതിയ നിയമ വിശ്വാസികളായി നമ്മളെ സംബന്ധിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന മാതൃക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓർക്കണം, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അപ്പം നുറുക്കാൻ നമ്മൾ കൂടി വന്നപ്പോൾ, നമ്മൾ അതുകൊണ്ടാണ് ഞായറാഴ്ച രാവിലെ കൂടി വരുന്നത്. ആ ഞായറാഴ്ച രാവിലെ കൂടി വന്നിട്ട് ദൈവപുത്രനെ നമ്മൾ ഓർക്കുക. ആ ഓർക്കുമ്പോൾ ആദ്യം ആ ഭാഗം ആസ്വദിച്ചത് ദൈവമാണെന്ന് മറക്കരുത്. ദൈവം ഭക്ഷിച്ച ഭോജനം, ആ ഭോജനമാണ്. ഞാനാണ് സാക്ഷാൽ അപ്പം, ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പുത്രനെ നമ്മൾ ആസ്വദിക്കുക. സൗന്മാരെ, എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണെന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കുക. ദൈവം എന്താസ്വദിച്ചോ നമ്മളത് ആസ്വദിക്കുന്നു എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യും. ഇനി നമുക്ക് ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൽ വരാം. നമുക്ക് ഇനി നോക്കാം. ബൈബിൾ ഉള്ളവരൊക്കെ ഞാൻ പറയുന്ന വാക്യം വന്നു. 3 പാത്രങ്ങൾ ദൈവം എടുത്തു പറഞ്ഞു. ദൈവം ചുമ്മാ പറഞ്ഞതാണോ? അല്ല, ചുമ്മാ പറഞ്ഞല്ല. നോക്കുക, ഇത് ചുട്ടെടുക്കുമ്പോൾ, ടേസ്റ്റ് കേക്കും വേഫേഴ്സ് ആയിട്ട് ചുട്ടെടുക്കുമ്പോൾ 3 പാത്രം ഉപയോഗിക്കാൻ ദൈവം പറഞ്ഞു. നോക്കിയാട്ടെ, ഏതൊക്കെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് 4-ാം വാക്യം നോക്കി, അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. 5-ാം വാക്യം ചട്ടിയിൽ ചുട്ടത്. 7-ാം വാക്യം ഉരുളിയിൽ ചുട്ടത്. ഞാനതൊക്കെ വരയ്ക്കും, അല്ലെങ്കിൽ നിറം കൊടുക്കും. കാരണം പിന്നീട് എന്റെ ബൈബിൾ എടുത്ത് നോക്കിയാൽ പെട്ടെന്ന് എനിക്ക് പിടിക്കും. എന്റെ ബൈബിൾ അങ്ങനെ ഒരു ചെറിയ കൺകോർഡൻസ് പോലെയും ഡിക്ഷണറി പോലെയൊക്കെ ആയി മാറി. ഇപ്പൊ ഇവിടെ 3 പാത്രങ്ങൾ. ഈ 3 പാത്രങ്ങൾ എന്തിനാ എടുത്തു പറഞ്ഞേ? വീണ്ടും ഞാൻ പറയട്ടെ, ഈ 3 പാത്രങ്ങൾ ഞാൻ അതിന്റെ ഇംഗ്ലീഷ് അതിന്റെ സൈഡിൽ കുറിച്ചിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. അതിന്റെ 4-ാം വാക്യം നോക്കിയാട്ടെ. And if you bring an offering a grain offering baked in the oven. അപ്പോൾ അടുപ്പത്ത് വെച്ച് ചുട്ടു എന്നുള്ളത് എന്താ? ഓവൻ. അത് സൈഡിലോട്ട് എഴുതിയാലും നല്ലതാ ബൈബിളിന്റെ. പിന്നെ എഴുതിയാലും മതി. നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ, മനസ്സിലാക്കാൻ എളുപ്പമാണ്. baked in an oven, ഒരു ഓവനകത്ത് ചുട്ടെടുക്കാം. 5-ാം വാക്യം
ചട്ടിയിൽ ചുട്ടെടുക്കാം. ആ ചട്ടി എന്ന് പറയുന്നത് എന്താ? 5-ാം വാക്യം നോക്കിയേ. ബട്ട് ഇഫ് യുവർ ഓഫറിംഗ് ഈസ് എ ഗ്രെയിൻ ഓഫറിംഗ് ബേക്ഡ് ഇൻ എ പാൻ. ബേക്ഡ് ഇൻ എ പാൻ. എന്റെ ബൈബിളിൽ സൈഡിൽ നോട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലാറ്റ് പ്ലേറ്റ്. ഫ്ലാറ്റ് പ്ലേറ്റ്. NKJV ബൈബിളിൽ 3-ാമത്തെ പാത്രം. അതിന്റെ 6-ാം വാക്യം നോക്കിയാട്ടെ. 6-ാം വാക്യം. യു ഷാൽ യെസ് 6-ാം വാക്യം അല്ലേ? 6-ാം വാക്യം അല്ലല്ല, ക്ഷമിക്കണേ, 7-ാം വാക്യം. ഇഫ് യുവർ ഓഫറിംഗ് ഇസ് എ ഗ്രെയിൻ ഓഫറിംഗ് baked in a covered pan, it will be made of fine flour with oil. മലയാളത്തിൽ ഉരുളിയിൽ ചുട്ടു. അത് ശരിയായ ഭാഷാന്തരമാണ്. ഉരുളിയിൽ ചുട്ടു. കവേർഡ് പാൻ. അപ്പൊ 3 പാത്രം ദൈവം പറഞ്ഞു. 1 ഓവൻ, 2 ഫ്ലാറ്റ് പ്ലേറ്റ്, നമ്മുടെ ചീനച്ചട്ടി പോലെയൊക്കെയുള്ള പാത്രം, 3 കവേർഡ് പാൻ, പകുതി മൂടിയും പകുതി തുറന്നു വിരിക്കുന്ന പാത്രം. എന്തിനാണ് ഈ 3 പാത്രം പറഞ്ഞ്? സൗരന്മാരെ, വലിയൊരു പഠനത്തിന് ഉതകുന്ന വസ്തുതയാണ്. ക്രിസ്തു കടന്നുപോയ 3 വിധമായ കഷ്ടതകൾ. അതായത് യെശയ്യാവ് 53:3 നമ്മൾ വായിച്ചു. He was a man of sorrows, acquainted with grief. ദുഃഖപുത്രനാണ്. ദുഃഖപുത്രനായ ദൈവത്തിന്റെ പുത്രൻ. ദുഃഖപുത്രനായ ദൈവത്തിന്റെ പുത്രൻ. നോക്കുക, അവൻ കടന്നുപോയ വ്യഥകള്, 3 വിധമായ വ്യഥകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. 1, ഓവനകത്ത്, അടുപ്പത്ത് വെച്ച് ചൂടാം. ഓവനകത്ത് ചൂടാം. നമ്മൾ ഓർക്കണം, ഇത് പഴയ ഓവന. ഇന്ന് കാണുന്ന മോഡേൺ മൈക്രോവേവ് ഓവനോ ആധുനിക ലോകത്തിൽ കാണുന്ന ഓവനല്ല. പഴയ ഓവൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പോയി നിന്ന് നോക്കി നിൽക്കുമായിരുന്നു. എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു ബേക്കറി ഉണ്ടായി. ഗ്രാമപ്രദേശം. അവിടെ ഒരു പഴയ കെട്ടിടത്തിനകത്തൊരു ഓവനുണ്ട്. ആ ഓവന് ഇങ്ങനെ സെമി സർക്കിളിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഷ്ടിക കൊണ്ടുണ്ടാക്കി സിമെന്റ് തേച്ചിരിക്കുക. മുന്നിലൊരു വാതിലുണ്ട്. ഇതിനകത്ത് ഞാൻ പോയി നിന്ന് കാണും. എനിക്ക് വലിയ ഇഷ്ടമാണ് കാണാൻ. ചിരട്ടകൾ ഇട്ട് കത്തിക്കും. ചിരട്ടയിട്ട് കത്തിച്ച് 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 ഇതിനകം അങ്ങ് ചൂടായിരിക്കുക. എന്നിട്ട് കുഴച്ച മാവ് ഒരു വലിയ നീണ്ടിരിക്കുന്ന ഒരു സ്പൂണ് പോലൊരു സാധനത്തിനകത്ത് എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കുഴച്ച മാവ് ഇതിനകത്തെല്ലാം ആയി കഴിയുമ്പോൾ ഒരു അടപ്പ് കൊണ്ട്, ഇരുമ്പ് അടപ്പ് കൊണ്ട് ഇതങ്ങ് അടച്ചു വെക്കും. പിന്നെ ഇതിനകത്ത് നടക്കുന്നത് ആരും കാണത്തില്ല. ഏറ്റവും അധികം ചൂട് വേണ്ടിയത് ഈ ഓവനകത്ത്. അതിനകത്ത് ഈ മാവ് അങ്ങോട്ട് വെന്ത് അതൊരു ബ്രെഡായിട്ട് മാറുകയാണ്. ഓ ബ്രദേഴ്സ്, നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിൽ നമുക്ക് അതേണ്ട ഇത് തന്നെ ഇവിടെ കാണുന്ന ഇതേ ചിത്രമാണ്. ഒക്കെ റൈറ്റ് സൈഡിൽ കാണുന്ന ഓവൻ, അതാണ് പഴയ കാലത്തെ ഓവൻ. അതിനകത്തോട്ട് കയറ്റി വെക്കുകയാണ് ബ്രെഡ് കുഴച്ചത്. ഇതിപ്പം ചുട്ട ബ്രെഡ് തിരിച്ചെടുക്കുക. ഇതിന്റെ മുന്നിൽ ഒരു അടപ്പുണ്ട്. അടപ്പുണ്ടെങ്കിൽ അടയ്ക്കും. അടപ്പുകൊണ്ട് അടച്ചാൽ പിന്നെ അതിനകത്ത് നടക്കുന്നത് ആരും കാണത്തില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. യേശുക്രിസ്തു അനുഭവിച്ച വാക്യങ്ങൾ എടുക്കാതെ ഞാൻ പറയുക. യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടതകളിൽ ഏറ്റവും വലിയ കഷ്ടം എപ്പോഴായിരുന്നു? 6 മണി നേരം തൊട്ട് 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ആ ഓവൻ അടച്ചു കഴിഞ്ഞ് അതിൻ്റെ അകത്തുള്ളത് എന്താണെന്ന് ആരും കണ്ടില്ല. ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ദൈവപുത്രൻ കടന്നുപോയ വ്യഥയുടെ ചൂടിന്റെ ഏറ്റവും വലിയ ചൂട് ആ ഓവനകത്ത് വെന്തുരുകുകയായിരുന്നു. അതിന്റെ ആ മൂർധന്യാവസ്ഥയിലാണ് അവൻ ഉറക്കെ കരഞ്ഞത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടോ. നാമന്റെ ജീവിതത്തെ കുറിച്ച് സുവിശേഷങ്ങളിൽ നമ്മൾ വായിച്ചാൽ പിതാവിനെ പിതാവെന്നേ അവൻ വിളിച്ചിട്ടുള്ളൂ. അവന്റെ ഈ ക്രൂശ് മരണത്തിന് മുമ്പ് ഗദശമന തോട്ടത്തിൽ കിടന്നുകൊണ്ട് പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കിത്തരണം, പിതാവേ എന്നാ വിളിച്ചത്. പുനരുത്ഥാന ശേഷവും എന്റെ പിതാവും നിങ്ങളുടെ പിതാവും പിതാവേ എന്നാ വിളിച്ചത്. ദൈവമേ എന്ന് വിളിച്ച സന്ദർഭം ഈ ഓവനകത്തൂടെ കടന്നുപോയ സന്ദർഭമാണ്.
അവൻ അനുഭവിച്ച ഏറ്റവും വലിയ വ്യഥയുടെ സന്ദർഭമാണ്. അവിടെയാണ് ഉറക്കക്കരഞ്ഞത്, എന്റെ ദൈവമേ നീയും എന്നെ കൈവിട്ടു. എന്താ കാരണം? അത് കാണാൻ ദൈവം അനുവദിച്ചില്ല. ആ ഓവനകത്ത് കുഴച്ചു വെച്ച മാവ് അടച്ചു വെച്ച പോലെ ഇരുട്ടുള്ള സമയം ഒരു കണ്ണും കാണാൻ ദൈവം അനുവദിച്ചില്ല. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, അവന്റെ കരച്ചിലിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം, പിതാവായ ദൈവനെ കൈവിട്ട് കഴിഞ്ഞപ്പോൾ അവൻ അനുഭവിച്ച വ്യഥയുടെ ഏറ്റവും വലിയ വ്യഥ ആ സന്ദർഭമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. You can bake it in an oven. Yes. രണ്ടാമത്തേത് നോക്കാം, 5-ാം വാക്യം. നിന്റെ വഴിപാടിൽ ചട്ടിയിൽ ചുട്ട ഭോജനയാഗമാകുന്നുവെങ്കിൽ അത് എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത നേരിയ മാവായിരിക്കണം. 6-ാം വാക്യം നോക്കിയേ. ഇവിടെയാണ് ദൈവത്തിന്റെ ജ്ഞാനം, ഇവിടെയാണ് നമ്മള് ഓർത്തതുപോലെ ദൈവശ്വാസ്യമാണ് ദൈവവചനം എന്ന് മനസ്സിലാക്കി തരുന്നത്. നോക്കിയാട്ടെ, അവിടെ വന്നപ്പോ ദൈവം പറഞ്ഞ് അത് കഷണമായി നുറുക്കി അതിന്മേൽ എണ്ണ ഒഴിക്കണം, ഇത് ഭോജനയാണ്. രണ്ടാമത്തെ പാത്രം ഏതാ? ചട്ടിയെന്ന. എന്നാൽ ചട്ടിയെന്നല്ല, ഞാൻ വായിച്ചു കേൾപ്പിച്ചു 6-ാം അധ്യായം, 6-ാം വാക്യം, ലേവ്യ 2-ന്റെ 6-ാം വാക്യം. You shall break it in pieces and pour oil on it. It is a grain offering. If your offering is a grain offering baked in covered pan, it shall be made, ക്ഷമിക്കണേ, അതിന് മുകളിലത്തെ വാക്യം. And if your offering is a grain offering baked in a pan, it shall be of fine flour unleavened mixed with oil. You shall break it in pieces and pour oil on it. അവിടെ in a pan എന്നാണ്. ഞാൻ NKJV ബൈബിൾ ഉപയോഗിക്കുന്നു. A flat plate, തുറന്ന പാത്രം. നമ്മുടെ ചീനച്ചട്ടി, നമ്മുടെ ദോശക്കല്ലില്ലേ, ദോശക്കല്ല് പോലെ. ഇത് ഇസ് ആൻ ഓപ്പൺ ഫ്ലാറ്റ്. അതിന്റെ പ്രത്യേകത എന്താ? അതിനകത്ത് എന്തെങ്കിലും ദോശ ചുടുകയോ ഇങ്ങനെയുള്ള അപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ എല്ലാവർക്കും കാണാനായിട്ട് കഴിയും. യേശുക്രിസ്തു ക്രൂശിൽ അനുഭവിച്ച വ്യഥ, പിതാവിന്റെ കയ്യിൽ നിന്ന് പാപയാഗമായി തീരുന്ന വേദന ആ ഇരുട്ടിൽ കാണാൻ അനുവദിച്ചില്ല. എന്നാൽ ദൈവപുത്രൻ ക്രൂശിൽ മരിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ വരുത്തിയ വടുക്കളും മുറിവുകളും ഒക്കെ എല്ലാ മനുഷ്യനും കാണാൻ സാധിച്ചു. അത് മനുഷ്യൻ വരുത്തിയ മുറിവുകളാണ്, അത് കാണാൻ ദൈവം അനുവദിച്ചു. അതാണ് അതൊരു തുറന്ന പാത്രം. എന്നാൽ ഇവിടെ വായിക്കുന്നു, അവിടെ ആ അപ്പം എന്ത് ചെയ്യണം? നുറുക്കണം. അപ്പം നുറുക്കണം. ബ്രേക്ക് ഇറ്റ് ഇൻടു പീസസ് ആൻഡ് pour oil. നമ്മുടെ കർത്താവ് പറഞ്ഞത് ഓർമ്മയില്ലേ? അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എന്റെ ശരീരം. വണ്ടർഫുൾ. നമ്മുടെ കർത്താവ് പിതാവിന്റെ കയ്യിൽ നിന്ന് വേദന അനുഭവിച്ചു, അത് കാണാൻ അനുവദിച്ചില്ല. എന്നാൽ അവൻ അനുഭവിച്ച വേദനയിലെ ഏറ്റവും വലുത് അതായിരുന്നു. 2 തുറന്ന പാത്രം. മലയാളത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഒരു ചട്ടിയിൽ എടുക്കാം, പക്ഷെ അവിടെ ദൈവം എടുത്തു പറഞ്ഞു, കഷണമായി നുറുക്കണം. ദൈവപുത്രനെ ക്രൂശിൽ നുറുക്കി, അവന്റെ ശരീരം വടുക്കൾ കൊണ്ട്, മുറിവുകൾ കൊണ്ട് നുറുക്കി. അത് മനുഷ്യൻ അവന്റെ മേൽ ചെയ്ത ഭയങ്കരമായ. 3-ാമത്തേത് നമ്മൾ നോക്കിയാട്ടെ. 3-ാമത്തേത് നോക്കിയ 7-ാം വാക്യം. ഉരുളിയാകുന്നുവെങ്കിൽ ഉരുളിയിൽ ചുട്ടത്. നമ്മൾ ഇംഗ്ലീഷിൽ ഞാൻ ഒന്ന് വായിക്കുക. If your offering is a grain offering baked in a covered pan, it shall be made with fine flour and oil. ആലോചിച്ച് നോക്കിയേ. കവേർഡ്, മറ്റേത് ഫ്ലാറ്റ് പ്ലേറ്റ്, നമ്മുടെ ദോശക്കല്ല്. ഇവിടെ പറയുമ്പോൾ കവേർഡ് പാൻ. മലയാളത്തിൽ കൃത്യമായി ഭാഷാന്തരം ചെയ്ത് ഉരുളി. ഉരുളി എന്ന് പറയുന്നത് ഒരു ദോശക്കല്ല് പോലെയല്ല, അതിന്റെ സൈഡ് കുറച്ച് കവേർഡാ. നമ്മൾ ഇച്ചിരി മാറി നിന്ന് നോക്കിയാൽ ഉരുളിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിയത്തില്ല. അടുത്തു വന്നാൽ കാണാൻ കഴിയും ഉരുളിയിൽ എന്താ സംഭവിക്കുന്നതെന്ന്. ഇതെവിടെ കർത്താവ് അനുഭവിച്ച വ്യഥയാണ്. നമ്മുടെ കർത്താവ് അനുഭവിച്ച വേറെ ഒരു വ്യഥയുണ്ട്, അത് അധികം ആർക്കും അറിയത്തില്ല. അടുത്ത് ചെന്നാൽ കാണാൻ കഴിയും. എന്താ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഒരു പ്രവചനമുണ്ട്. ആ പ്രവചനം നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി 3:15. സഹോദരന്മാരെ, ദൈവവചനമാണല്ലോ. അതിന്റെ 3:15 നോക്കിയാട്ടെ. അവിടെ വായിക്കുന്നു, സ്ത്രീയോട് കൽപ്പിച്ചത് ഞാൻ നിനക്ക്, 15-ാം വാക്യം, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും. അവൻ
നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ. ഈ പ്രവചനം കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു സാത്താന്റെ തല തകർക്കുമ്പോൾ സാത്താൻ എന്ത് ചെയ്യുക? കർത്താവിന്റെ കുതികാല് തകർക്കും. ഈ പ്രവചനം നിവർത്തിക്കപ്പെട്ടില്ലേ? ഗതസമനയിൽ വെച്ച് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞൊരു വാക്ക് ഓർമ്മയുണ്ടോ? എന്റെ പിതാവിനോട് ചോദിച്ചാൽ 12 ലഗ്യോനിലധികം ദൂതന്മാരെ എനിക്ക് തരൂ. ആ വാക്യത്തിന്റെ അർത്ഥം എന്നാ? ഒരു ലഗ്യോൻ ഏതാണ്ട് 6000 സൈന്യമാണ്. 12 ലഗ്യോൻ എന്ന് പറയുമ്പോൾ 70,000 സൈന്യമാണ്. പിതാവിനോട് ചോദിച്ചാൽ അതിലധികം എനിക്ക് തരുമെന്ന് പറയുമ്പോൾ അവിടെ മറഞ്ഞു കിടക്കുന്ന ഒരു സത്യമുണ്ട്. കാൽവറി ക്രൂശിൽ ദൈവപുത്രൻ മരിക്കുമ്പോൾ അത്രയും അല്ലെങ്കിൽ അതിലധികം പൈശാചിക കിങ്കരന്മാർ അവിടെ ഉണ്ട്. പാതാള ഗോപുരങ്ങളുടെ സൈന്യങ്ങൾ അവിടെ ഉണ്ട്. അവന്റെ കുതികാല് തകർക്കുകയാണ്. ആ കുതികാല് തകർക്കുമ്പോൾ പിതാവിനോട് ചോദിച്ചാൽ അതിലധികം എനിക്ക് തരും, വേണ്ട, ഞാനത് അനുഭവിക്കുക. എന്റെ സഹോദരന്മാരെ, ആദ്യം ഓവനകത്ത് പിതാവായ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അനുഭവിച്ചവർ, തുറന്ന പാത്രം, ഫ്ലാറ്റ് പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ദോശക്കല്ല്, അവിടെ മനുഷ്യരവന്റെ മേൽ വരുത്തിയ വടുക്കളും മുറിവുകളും ഒക്കെയാണ്. മൂന്നാമത് ഉരുളിയിൽ അല്ലെങ്കിൽ പകുതി മറിഞ്ഞും പകുതി തുറന്നുമിരിക്കുന്ന അതിന്റെ അടുക്കൽ ചെന്ന് നോക്കിയാൽ നമുക്കറിയാം പൈശാചികന്റെ കയ്യിൽ നിന്നും അവൻ വേദനകൾ അനുഭവിച്ചു. ഓ, ഈ 3 പാത്രങ്ങൾ എന്തിനു പറഞ്ഞു? ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്താം. അതിനുശേഷം നമുക്ക് തുടർന്ന് പഠിക്കാം. 22-ാം സങ്കീർത്തനം എടുത്തേ, ബൈബിളുള്ളവരെല്ലാം ഒന്ന് എടുത്താൽ 22-ാം. നമ്മളെപ്പോഴും ആരാധനയ്ക്ക് ധ്യാനിക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഭാഗമാണ് 22-ാം സങ്കീർത്തനം. ഓക്കെ, ഞാൻ പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം പഠിച്ചതിനുള്ള ബന്ധത്തെ ശ്രദ്ധിക്കുക. ഈ 3 പാത്രത്തിൽ അനുഭവിച്ച വ്യഥകൾ 22-ാം സങ്കീർത്തനത്തിലുണ്ട്. നമ്മൾ ഓർക്കണം, 1 തൊട്ട് 21 വരെയുള്ള വാക്യം എടുത്താൽ ദ ഹോളി സഫറർ ഈസ് അലോൺ. അതായത് ഈ കഷ്ടത അനുഭവിക്കുന്ന കർത്താവ് ഏകനാണ്. എന്നാൽ 22-ാം വാക്യം നോക്കി, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. ഇപ്പോൾ അവൻ തനിച്ചല്ല. 22-ാം വാക്യം, അവൻ 21 വരെ അവൻ തനിച്ചായിരുന്നു. എന്നാൽ 22-ാം വാക്യം തുടങ്ങിയ പുനരുത്ഥാനം പ്രാപിച്ച കർത്താവ് എവിടെയാ? സഭയുടെ നടുക്കാണ്. ഈസ് വിത്ത് ഹിസ് ബ്രദേഴ്സ്. അപ്പൊ 1 തൊട്ട് 21 വരെയും 22 തൊട്ട് അവസാനം വരെയും ഉള്ളത്, 22 തൊട്ടുള്ളത് പുനരുത്ഥാന ജീവിതത്തിൽ കർത്താവിന്റെ അനുഗ്രഹം. എന്നാൽ ആദ്യത്തെ 21 വാക്യം അവൻ അനുഭവിച്ച കഷ്ടതകളെ നമുക്ക് പഠിപ്പിക്കും. ഇനി നോക്കിക്കാട്ടെ, ആദ്യത്തെ 5 വാക്യം 22-ാം അധ്യായത്തിൽ ഓവനകത്ത് അനുഭവിച്ച കഷ്ടത. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ആദ്യത്തെ 5 വാക്യം. The suffering he has gone through the oven experience. പിതാവിന്റെ കയ്യിൽ നിന്ന് അവൻ അനുഭവിക്കുന്ന വ്യതയാണ് ആദ്യത്തെ 5 വാക്യം. 2 പാൻ അല്ലെങ്കിൽ ദോശക്കൽ അല്ലെങ്കിൽ തുറന്ന 5 അതിന്റെ 6 ഞാനോ മനുഷ്യനല്ല ഒരു കൃതിയത്രേ, മനുഷ്യനും ധിക്കാരവും ജനത്താൽ 18-ാമത്തെ വാക്യത്തറിയും. 1-ാം വാക്യത്തിൽ ദൈവമേ എന്ന് വിളിച്ചു തുടങ്ങി. 2-ാമത്തെ ഭാഗം താൻ തുറന്ന പാത്രം, മനുഷ്യൻ അവനെ ഉപദ്രവിക്കുന്നു. അവൻ അവിടെ വായിക്കുന്നു, മനുഷ്യന്റെ ധിക്കാരവും ജനത്താൽ നിന്നതിനും. താഴോട്ട് ഞാൻ മുഴുവൻ എടുക്കുന്നില്ല. പൈശാചികന്റെ ഉപദ്രവമുള്ളവൻ. അത് 22-ാം അധ്യായത്തിന്റെ നോക്കാട്ടെ. നീയോ യഹോവേ അകന്നിരിക്കരുവേ, തുണിയാളിയുള്ളവർ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? 21-ാം വാക്യം, സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്താ വായി? സിംഹം. 1 പത്രോസ് 5:8, അലറുന്ന സിംഹം പോലെ സാത്താൻ ആരെ വിഴുങ്ങേണ്ടുവെന്ന് നോക്കിക്കൊണ്ട് നടക്കെ അലറുന്ന സിംഹം പോലെ 70,000 കിങ്കരന്മാർ, ഈ പാതാള ഗോപുരങ്ങളുടെ സൈന്യങ്ങൾ യേശുക്രിസ്തുവിന് നേരെ അണിനിരന്നപ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് ഉയർന്ന പ്രാർത്ഥനയാണ്, സിംഹങ്ങളുടെ വായിൽ നിന്ന് എന്നെ വിടുവിക്കണം. അത് ഫ്രൈങ് പാനകത്തെ ഉരുളിക്കകത്ത് അനുഭവിച്ചവരെയാണ്. സങ്കീർത്തനം 22 ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ആദ്യത്തെ 21 വാക്യം
അവൻ ഏകനായി കഷ്ടമനുഭവിച്ചു. 22 തൊട്ടുള്ള വാക്യം. പുനരുദ്ധാനം പ്രാപിച്ച കർത്താവ് തന്റെ സഹോദരന്മാരോട് അസോസിയേറ്റ്. ആദ്യത്തെ 21 വാക്യത്തിൽ ഓമിനകത്തെ അനുഭവം, എന്റെ ദൈവമേ, എന്റെ ദൈവം. 2, ഒരു തുറന്ന പാത്രം, ഒരു ദോഷത്തിന്റെ 6 തൊട്ട് 18 വരെ മനുഷ്യരുടെ ധിക്കാരം, ജനത്താൽ നിന്നത്. അവരതിർത്തി കൊലുക്കും. ഇങ്ങനെ പോവുകയാണ്. ബാശാൻ കൂറ്റന്മാർ, അതിന്റെ 22 ബാശാൻ കൂറ്റന്മാർ. അത് ഈ ജാതികളുടെ ശക്തിയുള്ളവർ അവനെ വളഞ്ഞ സംഭവം. 3, ഫ്രൈങ് പാൻ, ഉരുളി. 19 തൊട്ട് 21 വരെ അവിടെ സൂക്ഷിച്ചു നോക്കിയാൽ സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ വിടുവിക്കണം എന്ന് കറി. ഞാനിവിടെ നിർത്തട്ടെ. എന്നെ സഹോദരന്മാരെ, ദൈവജനം എത്ര ബ്യൂട്ടിഫുൾ ആണ്, എത്ര ആനന്ദം തരുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെക്കാട്ടിലധികം ഞാൻ സന്തോഷിക്കും. പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം എൻ്റെ മനസ്സിൽ തളം കെട്ടിക്കിടക്കും. ഈ കർത്താവിനെ കുറിച്ച് കൂടുതൽ പഠിക്കും തോറും, അറിയും തോറും, പറഞ്ഞു തരും തോറും, അനേക സ്ഥലങ്ങളിൽ പ്രസംഗിക്കുമ്പോഴൊക്കെ എനിക്ക് തരുന്ന ഓഹരി എന്ന് പറഞ്ഞാൽ കർത്താവ് ആ സന്തോഷം. നമ്മുടെ ഈ പഠനം എത്ര മനോഹരം. ഹോമയാഗത്തിൽ അവൻ സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ദൈവപുത്രൻ, ഭോജനയാഗത്തിൽ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓർക്കുക. അവന് മഹത്വം. ദൈവം നമുക്ക് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതൊക്കെ വരച്ച് നമ്മുടെ കൺമുമ്പിൽ തന്നു. നമ്മുടെ ധ്യാനത്തിനും പഠനത്തിനും ഒക്കെ ആയിട്ട് തന്നു. നമുക്കവനെ മഹത്വപ്പെടുത്താം. അവന്റെ വലിയ നാമം മഹത്വപ്പെടുത്താം.